കോഴിക്കോട് ബേപ്പൂരിൽ വെളിച്ചെണ്ണ മില്ലിൽ വൻ തീപിടുത്തം. രേണുക വെളിച്ചെണ്ണ മില്ലിനാണ് തീപിടിച്ചത്. അഗ്നിരക്ഷാസേന തീ അണയ്ക്കാൻ ശ്രമം നടത്തുകയാണ്. വിശദാംശങ്ങളുമായി ആകാശ് തടത്തിൽ ചേരുന്നു. ആകാശ്, എപ്പോഴായിരുന്നു സംഭവം? നിലവിൽ ആളപായങ്ങളൊന്നുമില്ല എന്ന് വിശ്വസിക്കാമല്ലേ? ഇന്ന് രാത്രി 10:15 കൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ബേപ്പൂര് വെസ്റ്റ് മാഹി എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്ന രേണുക മില്ലിലാണ്, വെളിച്ചെണ്ണ മില്ലിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. നിലവിൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. രാത്രി ആയതിനാൽ തന്നെ കടയിൽ ഈ സ്ഥാപനത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ആളപായമില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നിലവിൽ മീൻചന്തയിൽ നിന്നുള്ള 5 ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കൂടാതെ തന്നെ തീ മറ്റു ഭാഗങ്ങളിലേക്കും മറ്റ് ആൾതാമസമുള്ള ഭാഗങ്ങളിലേക്കും കടകളിലേക്കും പടരാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നിലവിൽ ഫയർഫോഴ്സിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഫയർഫോഴ്സിന്റെ 5 യൂണിറ്റുകൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മീൻചന്തയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് യൂണിറ്റ് ഈ തീ അണയ്ക്കാനുള്ള പരിശ്രമത്തിലാണ്. നിലവിൽ തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല പൂർണ്ണമായി തന്നെ. ഈ ഒരു വെളിച്ചെണ്ണ മില്ലിൽ ചകിരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉള്ളതിനാൽ തന്നെ തീ ആളി പടരുകയാണ്. അത് കൂടുതൽ വ്യാപ്തിയിലേക്ക് പോവാതിരിക്കാനും മറ്റ് കടകളിലേക്കും അല്ലാതെ മറ്റ് വീടുകളിലേക്കും ഉൾപ്പെടെ പടരാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ 5 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി നിലവിൽ തീ അണയ്ക്കാനുള്ള ശ്രമം ആകാശ്, വലിയ തീപിടുത്തമാണ്. പ്രാഥമിക വിവരങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ എന്നും മനസ്സിലാക്കുന്നു. എന്നിരുന്നാൽ കൂടി എന്തുകൊണ്ടാണ് ഇത്രയും വലിയ രീതിയിൽ തീപിടുത്തം ഉണ്ടായത് എന്ന് എന്തെങ്കിലും സൂചനയുണ്ടോ? ആ കാര്യങ്ങളിൽ വ്യക്തമായിട്ടില്ല. നിലവിൽ ഷോർട്ട് സർക്യൂട്ട് ആണ് ഇതിൽ കാരണമെന്നാണ് പ്രാഥമികമായിട്ട് അറിയാൻ സാധിക്കുന്നത്. ദീപക് എന്ന് പറയുന്ന ആളുടെ ഉടമസ്ഥയിലുള്ള കടയാണ്. ഇവിടെ രാത്രിയിൽ വൈകിട്ടോടു കൂടി തന്നെ ആളുകൾ, ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത ആളുകളും കടയുടമ ഉൾപ്പെടെ പോയിരുന്നു. അതിനുശേഷമാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അതിനാൽ തന്നെ അടച്ചുപൂട്ടിയ ഒരു സ്ഥാപനമായതിനാൽ തന്നെ മറ്റ് സാധ്യതകളില്ല. ആകെ കൂടെയുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ ഷോർട്ട് സർക്യൂട്ട് മൂലം ഈ തീപിടുത്തം ഉണ്ടാവുകയും പിന്നീട് അത് വലിയൊരു അഗ്നിയായി മാറുകയുമായിരുന്നു. നിലവിൽ നാട്ടുകാരാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്. നാട്ടുകാരാണ് ഈ പുകയുയരുന്നത്, ഈ സ്ഥാപനത്തിൽ നിന്ന് പുകയുയരുന്നത് കണ്ടത്. ഉടനെ തന്നെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുന്നു. കൂടാതെ കടയുടമയും സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. നിലവിൽ എത്രത്തോളമാണ് ഇതിന്റെ വ്യാപ്തി എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തമില്ല. ഈ കടയിൽ നിലവിൽ ചകിരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, തീ ആളിപ്പടരാൻ ചകിരി കൂടാതെ ചിരട്ട ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ഇതിന് തീ പിടിച്ചതിനാണ് വലിയ രീതിയിൽ തന്നെ വലിയ തീപിടുത്തമായി മാറുന്നത്. അതിനാൽ തന്നെ നിലവിൽ അഗ്നിരക്ഷാസേന 5 യൂണിറ്റോളം മീൻചന്തയിൽ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അതിഭീകരമായ ദൃശ്യങ്ങളാണ്. വലിയ തീപിടുത്തമുണ്ടായതെന്ന് മനസ്സിലാകുന്നു. 5 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് അവിടെ എത്തിയിട്ടുള്ളത്. തീ അണയ്ക്കാനുള്ള പ്രവർത്തനമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. തീ അണയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? അത് വീണ്ടും ആളിപ്പടരുകയാണോ? തീ പൂർണ്ണമായി അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ കൂടി ഈ തീ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ സ്ഥാപനത്തിന് തന്നെ 4 വശങ്ങളിൽ നിന്നുമായി ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇപ്പോൾ വെള്ളം ഉപയോഗിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കൂടാതെ തന്നെ ഇതിന്റെ ഉള്ളിൽ, ഈ സ്ഥാപനത്തിനുള്ളിൽ ആരും തന്നെ ഇല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കട രാത്രിയിൽ തന്നെ അടച്ചതിനാൽ ആളുകളെല്ലാം പോയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ സ്ഥാപനത്തിന്റെ ഉള്ളിൽ ആളകപ്പെട്ടില്ല, ആളപായം ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ കൂടി ഈ ഒരു വെളിച്ചെണ്ണ മില്ലാണ്. അതിനാൽ തന്നെ അതിന്റെ ഭാഗമായിട്ടുള്ള വെളിച്ചെണ്ണ കൂടാതെ തന്നെ ഈ ചിരട്ട ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉള്ളതിനാൽ തന്നെ വലിയ രീതിയിൽ തീപിടുത്തം ഉണ്ടായിരിക്കുകയാണ്. വലിയ രീതിയിൽ തീ ആളിപ്പടരുകയാണ്. അത് മറ്റു ഭാഗങ്ങളിലേക്ക്, ഇതിന്റെ സമീപമായിട്ടുള്ള സ്ഥാപനങ്ങളിലേക്കും മറ്റു വീടുകളിൽ ഉൾപ്പെടെ പടരാതിരിക്കാനുള്ള ശ്രമമാണ് നിലവിൽ നടത്തുന്നത്. അതിന്റെ ഭാഗമായി തന്നെ ഫയർഫോഴ്സിന്റെ 5 യൂണിറ്റുകൾ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവർ ഈ സ്ഥാപനത്തിന്റെ 4 വശങ്ങളിൽ നിന്നായി ഇപ്പോൾ വെള്ളം, ഈ തീ അണയ്ക്കാനായിട്ടുള്ള വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ അല്പസമയത്തിനകം തീ പൂർണ്ണമായി കെടുത്താൻ സാധിക്കുമെന്നാണ് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഏകദേശം 11:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. വലിയ രീതിയിൽ പുക ഈ മുകളിലേക്ക് ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ഉടനെ തന്നെ മീൻചന്തയിൽ നിന്നുള്ള
ഫയർഫോഴ്സ്. ആദ്യം ഒരു യൂണിറ്റാണ് എത്തിയിരുന്നത്, പിന്നാലെ തന്നെ മറ്റ് 2 യൂണിറ്റും എത്തി. 3 യൂണിറ്റുകൾ സംയുക്തമായി തന്നെ തീ അണയ്ക്കാൻ ശ്രമിച്ചു. എന്നാൽ തീ അണയാത്തൊരു സാഹചര്യത്തിൽ കൂടുതൽ യൂണിറ്റുകളെ ഇവിടേക്ക് നിയോഗിക്കുകയായിരുന്നു. അതിനാൽ തന്നെ 5 യൂണിറ്റ് ഫയർഫോഴ്സ് നിലവിൽ സ്ഥലത്തുണ്ട്. അവർ ഈ സ്ഥാപനത്തിന്റെ 4 വശങ്ങളിൽ നിന്നായി ഈ തീ അണയ്ക്കാനായുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. നിലവിൽ ഇതിനകത്ത് ഈ സ്ഥാപനത്തിനകത്ത് രേണുക വെളിച്ചെണ്ണ മില്ലിന്റെ അകത്ത് ആളുകൾ പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഇതിന്റെ ഭാഗമായി തന്നെ മറ്റിടങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമങ്ങളും നിലവിൽ പുരോഗമിക്കുകയാണ്. കോഴിക്കോട് ബേപ്പൂരിൽ വെളിച്ചെണ്ണ മില്ലിൽ വൻ തീപിടുത്തം. വെസ്റ്റ് മാഹിയിലെ രേണുക വെളിച്ചെണ്ണ മില്ലിനാണ് തീപിടിച്ചത്. നിലവിൽ അഗ്നിരക്ഷാസേന തീ അണയ്ക്കാൻ ശ്രമം തുടരുന്നുണ്ട്. വിവരങ്ങളാണ് ആകാശ് തടത്തിൽ നൽകിയത്.